പ്രിയമുള്ളവരെ, നോയമ്പ് കാലം ആത്മപരിത്യാഗത്തിന്റെ കാലമാണല്ലോ. എന്താണ് ആത്മപരിത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? നമുക്ക് ഇഷ്ടമുള്ളതിനെ ത്യജിക്കുക എന്നുള്ളതാണ് ആത്മപരിത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുക. ഈ ആത്മപരിത്യാഗത്തിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അദ്ദേഹം ക്രൂശിൽ തന്നെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ബലി കൊടുത്ത ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഈശോയുടെ ആ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. നമ്മുടെ നോയമ്പിന് സാധാരണയായി ചെയ്യുന്നത് എന്താണ്? മാംസാദികൾ ഉപേക്ഷിക്കുന്നത്. അതാണോ ശരിക്കും നോയമ്പിൽ നാം ഉപേക്ഷിക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ളതിനെയാണ് നാം ത്യജിക്കേണ്ടത്. ശരിക്കും നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അവനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ത്യജിക്കേണ്ടത്? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഞാനെന്നുള്ള ഭാവത്തെയാണ് നാം ഓരോരുത്തരും ത്യജിക്കേണ്ടത്. അഹംഭാവത്തെ ത്യജിക്കുവാനായിട്ട് നാം തയ്യാറാവണം. നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തെ ത്യജിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഫരീസേനെയും അതുപോലെ തന്നെ ചുങ്കക്കാരനെയും. ഫരീസേന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാനെന്ന ഭാവം ഫരീസേൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഞാനെന്ന ഭാവം വെളിയിൽ വന്നത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ പാപികളെ പോലെയോ അല്ല, ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവനാണ് എന്ന് പറയുന്ന ഫരീസേൻ. എന്നാൽ പാവപ്പെട്ട ചുങ്കക്കാരൻ പറയുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് കൈകൾ പോലും ഉയർത്തുവാനായിട്ട് സാധിക്കാതെ അദ്ദേഹം കരയുകയാണ്. പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെയാണ് നന്മ മുൻപോട്ട് വരിക. ഇവിടെയാണ് ഞാനെന്ന ഭാവത്തെ ത്യജിക്കുന്ന ഒരു സ്വഭാവം കാണുവാനായിട്ട് സാധിക്കുക. നമുക്ക് ഫരീസേനെ പോലെ ആകണോ, അതോ നമുക്ക് ചുങ്കക്കാരനെ പോലെ ആകണോ? നമ്മുടെ ഉള്ളിലേക്ക് ഫരീസേന്റെ ഭാവം മാറിക്കൊണ്ട് ചുങ്കക്കാരന്റെ ഭാവം കടന്നു വരണം. നമുക്ക് കെയറിങ്ങിന്റെ ഭാവം നമുക്കുണ്ടാവണം, ഷെയറിങ്ങിന്റെ ഭാവം നമുക്കുണ്ടാവണം. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ നോയമ്പിന്റെ കാമ്പായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കേണ്ടത്. ദൈവം നമ്മോട് പറയുകയാണ്, പരിത്യാഗത്തിന്റെ സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, പരിത്യാഗത്തിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഈ നോയമ്പ് ഏറ്റവും നല്ല പരിത്യാഗത്തിന്റെ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കുന്ന ഒരു കാലമായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നല്ല അനുഗ്രഹത്തിന്റെ നോയമ്പ് നമുക്ക് കൂടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.